മോളെ അമ്പിളി, അണ്ണൻ്റെ അക്കൗണ്ടിൽ ഇനി ആകെ 10-25 ലക്ഷം രൂപ ബാക്കിയുള്ളൂ. അത് തൽക്കാലം രഘുവിന് കൊടുക്കാമെന്നാണ് അണ്ണൻ ഇന്നലെ എന്നോട് പറഞ്ഞത്. പക്ഷേ അത് കിട്ടിയിട്ട് രഘുവിന് ഉടനെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? എന്നാ അതിൽ നിന്ന് 20 ലക്ഷം രൂപ ശബരിക്ക് ഇപ്പം കിട്ടിയ അവൻ്റെ ബിസിനസ് രക്ഷപ്പെടുകയും ചെയ്യും. ഇപ്പോൾ വിഷുക്കല്ലേ വരുന്നേ. ശബരി ആദ്യമായിട്ട് സഹായം ചോദിച്ചാൽ അത് തള്ളിക്കളയാൻ പറ്റുവാണെന്ന്. ഈ വിഷു കഴിയുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യൂ. ആ റോളിങ് കഴിയുമ്പോഴത്തേക്കും എല്ലാം ശരിയാവും. എന്ത് ശരിയാവുന്ന അങ്കിളെ? ഒന്നും ശരിയാവാൻ പോകുന്നില്ല. വിഷു കഴിയുമ്പോഴേക്കും അച്ഛന് വേറെന്തെങ്കിലും ആവശ്യം ഉണ്ടാവും. അതല്ലെങ്കിൽ ശബരി വാങ്ങിച്ച കാശ് തിരിച്ചു കൊടുക്കാതിരുന്നാ പോരെ? അങ്ങനെ വന്നാല് അണ്ണൻ വേറെന്തെങ്കിലും വഴി നോക്കും. ലോക്കറില് തറവാടിൽ നിന്ന് കിട്ടിയ സ്വർണ്ണൊരുപ്പുണ്ടല്ലോ, അത് പണയം വെച്ചെങ്കിലും രഘുവിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാൻ ഞാൻ അണ്ണനോട് പറയും. എങ്കിൽ പിന്നെ അങ്കിൾ ഇപ്പൊ തന്നെ അത് പറഞ്ഞാൽ എന്താ? സ്വർണ്ണം ഇപ്പൊ പണയം വെക്കുന്നതും വിഷു കഴിഞ്ഞ് പണയം വെക്കുന്നതും എല്ലാം ഒരുപോലെയല്ലേ? അത് ശരിയാവില്ല അമ്പിളി. ഇതിപ്പോ സ്വർണം പണയം വെച്ച കാശുകൊണ്ടൊന്നും ബിസിനസ് തുടങ്ങിയാൽ ശരിയാവില്ല. അതിന്റെ പലിശ കൊടുക്കാനുള്ള കാശ് പോലും തുടക്കത്തിൽ ഒരു ബിസിനസിനും കിട്ടില്ല. നമുക്ക് വിഷു കഴിയുന്നവരൊന്ന് കാത്തിരിക്കാം. എന്തായാലും ഇത്രയും കാത്തിരുന്നില്ലേ? വിഷുവിന് അധികം ദിവസമൊന്നുമില്ലല്ലോ. ആ അത് ശരിയാ. വിഷു വീണ്ടും വരുമല്ലോ. അമ്പിളി രഘു അപ്പോഴിതുപോലെ ഉണ്ടാവും. ശരി അങ്കിളെ, ഞങ്ങളുടെ പ്രശ്നങ്ങൾ വന്ന് പറഞ്ഞത് അങ്കിളിനോടായിരുന്നു. അതൊന്നും നടന്നില്ലെങ്കിലും തിരിച്ചു പോകുമ്പോ അങ്കിളിനെ കണ്ട് ഒന്ന് പറഞ്ഞിട്ട് പോവാന്ന് കരുതിയാ കേറിയത്. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. അല്ല, നിങ്ങൾ ഇതുവരെ തിരിച്ചു പോയില്ലേ? എന്ത് പണിയാ രഘുവേട്ടായി കാണിക്കുന്നത്? നിങ്ങളെ ഇന്നലെ കണ്ടപ്പം പറഞ്ഞത് ഉടനെ പഞ്ചരത്നത്തിലേക്ക് തിരിച്ചു പോകണമെന്നല്ലേ? എന്നിട്ട് ഇതുവരെ പോയില്ലെന്ന് വെച്ചാ നിങ്ങൾക്ക് എന്താ ഇവിടെ ഇത്രയും പണി? അതൊക്കെ നീ എന്തിനാ ഇവനെ അന്വേഷിക്കുന്നേ? ഞങ്ങൾക്ക് ഇവിടെ പല കാര്യങ്ങളും കാണും. ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത് കൊണ്ട് നിനക്ക് എന്തെങ്കിലും നഷ്ടമുണ്ടോ? ഉണ്ടല്ലോ, നഷ്ടമുണ്ട്. പഞ്ചരത്നത്തിൽ എന്റെ 2 മക്കൾക്ക് സുഖമില്ലാണ്ടിരിക്കുക. നിങ്ങൾക്ക് നോക്കാൻ വയ്യെങ്കിൽ പിന്നെ എന്തിനാ രണ്ടുപേരും കൂടി വന്ന് ആർച്ചമോളെ ഭദ്രമോളെ എന്റെ വീട്ടിൽ നിന്ന് തിരക്ക് പിടിച്ചെടുത്തോണ്ട് പോയത്? എന്റെ ചീലുവിന്റെ മക്കളെ ജോലിക്കാർ നോക്കിയാൽ മതിയെന്ന് നിങ്ങളങ്ങ് തീരുമാനിച്ചതാണോ? പിന്നെ നീ കരുതുന്ന പോലെ ഒന്നും അല്ല കാര്യങ്ങൾ. ഞങ്ങൾ ഇന്നലെ തന്നെ തിരിച്ചു വന്ന് കരുതിയാ വന്നത്. പക്ഷെ പറ്റിയില്ല. അല്ല, മക്കൾക്ക് സുഖമില്ലെന്ന് നീ എങ്ങനെ അറിഞ്ഞു? അവർക്ക് സാധാരണ കൊടുക്കുന്ന മരുന്ന് ഏതാണെന്ന് ചോദിച്ച് ആ ജോലിക്കാര് സരോജിനി വിളിച്ചിരുന്നു. നോക്ക്, സരോജിനിയന്റെ അവിടുത്തെ ജോലിക്കാരൊന്നുമല്ല. പഞ്ചരത്നത്തിലെ എല്ലാ കുഞ്ഞുങ്ങളെയും നോക്കുന്നത് അവരാ. അല്ലാതെ നിന്റെ ഇരട്ടക്കുട്ടികളെ നീയും നിന്റെ വീട്ടുകാരാണോ ഇതുവരെ നോക്കിയേ? ആണോ? ഞങ്ങൾക്ക് നോക്കാൻ പറ്റാത്തതിന് പല കാരണങ്ങളും ഇല്ലേ അമ്പിളി ചേച്ചി? അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളല്ലേ. അത് കഴിഞ്ഞ് മക്കളെ എന്റെ വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന് ഞങ്ങൾ അവരെ നോക്കിക്കോളാന്നുള്ള തീരുമാനത്തിലായിരുന്നില്ലേ? അവിടുന്ന് അവരെ എടുത്തോണ്ട് പോയി നിങ്ങൾ എന്തിനാ വേലക്കാരി ഏൽപ്പിച്ചെന്നാ ഞാൻ ചോദിക്കുന്നത്. നിന്നോട് ഞാൻ പറഞ്ഞു സരോജിനി ഞങ്ങൾക്ക് വേലക്കാരി അല്ലെന്ന്. എങ്കിൽ പിന്നെന്താ നിങ്ങളെ മകളെ അവരുടെ കൂടെ നിർത്തായിരുന്നത്? നിങ്ങൾ ഇങ്ങോട്ട് വന്നത് ലച്ചുമോളെ കൊണ്ടല്ലേ? എന്റെ മക്കൾ എന്റെ വീട്ടിൽ സുഖമായിരിക്കുന്നത് നിങ്ങൾക്ക് പിടിച്ചില്ല അല്ലേ? സൂക്ഷിച്ച് സംസാരിക്കണം. നീ ആർച്ചമോളെ ഭദ്രമോളെ എന്ന് മുതലാണ് നിന്റെ മക്കളെ കണ്ടത്? നീ ആ കുഞ്ഞുങ്ങൾ ഇന്ന് വരെ ജീവിച്ചതേ ഈ അമ്പിളിയുടെ കാരണം കൊണ്ടാ. രഘു, മതി. ഇനി നീ ഏറ്റുപിടിച്ച് പ്രശ്നം വഷളാക്കണ്ട. ഞാൻ വിചാരിച്ചത് അമ്പിളി വിനയനും പറഞ്ഞങ്ങ് നിർത്തുന്ന. ഞാനും അത് ഞങ്ങൾ വിചാരിച്ചേ. അപ്പോഴേക്കും ഇവനങ്ങ് കത്തി കയറുകയല്ലേ. ഇവനെല്ലാം തിരിച്ചു കിട്ടിയതിന്റെ അഹങ്കാരമാ. അത് ഞങ്ങളെ കൂടി മനസ്സ് വെച്ചിട്ടാണെന്ന് ഇവൻ അറിയുന്നില്ല. നമ്മൾ എന്തൊക്കെ ചെയ്താലും നമുക്ക് തിരിച്ചു കിട്ടുന്നത് ഇതൊക്കെ തന്നെയാണെന്ന് ഇനിയെങ്കിലും നിങ്ങളൊന്ന് മനസ്സിലാക്കും മനുഷ്യ. മറ്റുള്ളവരുടെ ആട്ടും തുപ്പും കൊള്ളേണ്ട ജന്മം നമ്മുടേത്. ദേ, നിങ്ങൾ വരുന്നുണ്ടോ? ഞാൻ ഇറങ്ങാം. വിളിക്കാം. ശരി, സൂക്ഷിച്ചു പോ. അമ്പിളിയായിട്ട് വഴക്കിനൊന്നും നിൽക്കണ്ട. നീ എന്ത് പണിയാ കാണിച്ചത്? അങ്ങളെ,
ഞാനങ്ങനെ മനസ്സിലൊന്നും വെച്ച് പറഞ്ഞതല്ല. എൻ്റെ വീട്ടിൽ സുഖമായി കഴിഞ്ഞുകൊണ്ടിരുന്ന കുട്ടികളെ അങ്ങോട്ട് കൊണ്ടുപോയി കഷ്ടപ്പെടുത്തേണ്ട കാര്യമുണ്ടായിരുന്നേ ഞാൻ ചോദിച്ചുള്ളൂ. പക്ഷെ നിന്റെ ചോദ്യവും സ്വരം ഒന്നും ശരിയായില്ല. അവരാണെങ്കിൽ വേറെ ചില ടെൻഷനിൽ നിൽക്കായിരുന്നു. അതിനിടെ കയറി നീ ഇങ്ങനെ കണ കൊണ്ടാന്ന് പറയാൻ പാടില്ലായിരുന്നു. ഛെ, സോറി ഞങ്ങളെ. ഇപ്പോൾ ഇങ്ങനെയൊക്കെ ആവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. എന്തായാലും ഞാൻ രഘുവേട്ടനെ അമ്പിളി ചേച്ചിയെ വിളിച്ച് മാപ്പ് പറഞ്ഞേക്കാം. ഇപ്പൊ തന്നെ വിളിച്ചേക്കാം. വേണ്ട വേണ്ട, ഇപ്പൊ നീ ഒന്നും ചെയ്യണ്ട. അവരെങ്ങനെയെങ്കിലും പഞ്ചരത്നത്തിലേക്ക് പോട്ടെ. ബാക്കിയൊക്കെ നമുക്ക് നാളെ സംസാരിക്കാം. നീ അവിടെ ചെന്ന് ബഹളം വെച്ചത് ഒട്ടും ശരിയായില്ല വിനയ. രഘു അടക്കം എല്ലാവരും മനസ്സ് വെച്ചുകൊണ്ട് മാത്രമാ ചീരൂരെ മക്കളെയും നിനക്ക് തിരിച്ചു കിട്ടിയത്. അത് ഇത്രയും വേഗം നീ മറക്കാൻ പാടില്ലായിരുന്നു. അല്ലെങ്കിലും ആർച്ചമോളെയും ഭദ്രമോളെയും ഇത്രയും കാലം നോക്കിയത് അവര് തന്നെയല്ലേ? നിന്റെ കുഞ്ഞുങ്ങളുടെ കാര്യത്തില് അവരെ ചോദ്യം ചെയ്യാൻ നിനക്ക് യാതൊരു യോഗ്യതയില്ല വിനയ. എൻ്റെ അമ്മയെ ഞാൻ അവരെ ചോദ്യം ചെയ്തൊന്നും അല്ല. ദാസങ്ങളുടെ വീട്ടിൽ അവരെ കണ്ടപ്പോ കുഞ്ഞുങ്ങളെ പഞ്ചരത്നത്തിൽ തനിച്ചാക്കി പോകുന്നത് ശരിയായില്ലെന്ന് ഞാൻ അവരോട് പറഞ്ഞുള്ളൂ. അപ്പോഴേക്കും അമ്പിളി ചേച്ചി എന്നെ കടിച്ചു കീറാനെന്നോണം വരുമായിരുന്നു. എന്തൊക്കെ കണക്കുകളാ അവരവിടെ വെച്ച് നിരത്തിയതെന്ന് നിങ്ങൾക്കാർക്കെങ്കിലും അറിയോ? അച്ഛനും അനിയത്തിമാരും കാരണം അവരുടെ ജീവിതം തുലഞ്ഞെന്ന മട്ടിലായിരുന്നു അവരുടെ സംസാരം. അതൊന്നും വിനയേട്ടനെ ബാധിക്കുന്ന കാര്യങ്ങളല്ലല്ലോ. അനിയത്തിമാർക്ക് വേണ്ടി അമ്പിളി ചേച്ചി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. കുടുംബത്തിന് വേണ്ടി രഘുവേട്ടനും ഒപ്പം നിന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്കായിട്ടൊരു കുടുംബോ ജീവിതമോ ഇതുവരെ ഉണ്ടായിട്ടില്ല. അങ്ങനെ നോക്കുമ്പോ അമ്പിളി ചേച്ചിക്ക് അച്ഛനോട് ഞങ്ങളോടുള്ള പ്രതിഷേധത്തിൽ കഴമ്പുണ്ട്. ചേച്ചി അങ്ങനെ ഒരു മാനസികാവസ്ഥയിൽ ഇരിക്കുമ്പോ വിനയേട്ടൻ പോയി മക്കളുടെ പേരിൽ അവരെ കുറ്റപ്പെടുത്താൻ പാടില്ലായിരുന്നു. എന്റെ ചീരു, ഞാൻ മനഃപൂർവ്വം വഴക്കുണ്ടാക്കണമെന്ന് വിചാരിച്ചതല്ല. നമ്മുടെ മക്കൾ അവിടെ സുഖമില്ലാതിരിക്കുന്നല്ലോ എന്ന് ഓർത്തപ്പോ രഘുവേട്ടനോടും അമ്പിളി ചേച്ചിയോടുള്ള ബന്ധത്തിന്റെ പുറത്ത് ഞാൻ എന്റെ പരിഭവം ഒന്ന് പറഞ്ഞുപോയി, അത്രേ ഉള്ളൂ. ഏതായാലും അതിന്റെ അവസാനം ഇങ്ങനെ ആയല്ലോ. ഇനി അതേപ്പറ്റി പറഞ്ഞിട്ട് കാര്യമില്ല. ഇതറിയുമ്പോ ഇനി സരോജിനി ആന്റിക്കും വിഷമം തോന്നും. ആർച്ചമോളെയും ഭദ്രമോളെയും ഏറ്റവും കരുതലോടെ നോക്കുന്നത് അവരാ. വിനയേട്ടൻ എല്ലാവരും വേദനിപ്പിച്ചു. സോറിയടോ, പറ്റിപ്പോയി. ഞാൻ പോയി എല്ലാവരോടും ക്ഷമ ചോദിച്ചോളാം, പോരെ? അതൊന്നും വേണ്ട. എന്നെ ഒന്നും പഞ്ചരത്നത്തിൽ കൊണ്ടുവിട്ടാ മതി. എന്റെ മക്കളെ ഞാൻ നോക്കിക്കോളാം. നീ അവിടെ പോയി നിക്കാനോ മോളെ? അതൊന്നും വേണ്ട മോളെ. വിനയൻ ഒരു തെറ്റുപറ്റി പോയതാ. അമ്പിളിക്ക് മനസ്സിലായില്ലെങ്കിലും വിനയൻ രഘുവിനോട് ക്ഷമ ചോദിച്ചാ അവൻ അത് മനസ്സിലാവും. അതെ, ചീരുവിന് കുഞ്ഞുങ്ങളെ നോക്കണമെന്നുണ്ടെങ്കിൽ അവിടെ പോയി നിൽക്കണമെന്നില്ലല്ലോ. മക്കളെ എങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നാലും പോരെ? അതൊന്നും വേണ്ട മാമ. പെട്ടെന്ന് പോയി മക്കളെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവന്നാൽ അത് കൂടുതൽ പ്രശ്നത്തിന് കാരണമാവും. നമ്മൾ വാശി കാണിക്കാണെന്ന് അവർക്ക് തോന്നും. എടോ, ഈ പ്രശ്നം ഞാൻ തന്നെ അങ്ങ് തീർത്തോളാം. നമ്മളെന്തായാലും വിഷുവിന് അങ്ങോട്ട് പോകുമല്ലോ. അതിനു മുമ്പ് ആർക്കും ഒരു വിഷമം ഉണ്ടാക്കണ്ട. വിഷുവിന് ശേഷം നമുക്ക് എന്ത് വേണമെങ്കിലും തീരുമാനിക്കാം. എന്താ? മോളിങ് താമ്പിളി, ഞാൻ എടുത്തോളാം. ആ വേണ്ട, എന്റെ മോളെ നോക്കാൻ എനിക്കറിയാം. അമ്പിളിക്ക് എന്ത് പറ്റി രഘു? അവൾക്ക് ദേഷ്യം വരാൻ വല്ല കാരണവും വേണം. ആന്റി ഇത് വിട്. അല്ല, ആർച്ചമോൾക്ക് മധുരമോൾക്ക് ഇപ്പൊ എങ്ങനെയുണ്ട് ആന്റി? ഇപ്പൊ അവർക്ക് ഒരു കുഴപ്പമില്ല. ചീരുമോള് മരുന്നിന്റെ പേര് അയച്ചു തന്നോണ്ട് ഞാൻ അപ്പ തന്നെ അത് വാങ്ങിച്ച് മക്കൾക്ക് കൊടുത്തു. കുട്ടികൾക്ക് വൈകുന്ന ചീരുമോളായിരിക്കും വിളിച്ചു പറഞ്ഞല്ലേ? അല്ലാണ്ട് വിനയനാ? ഞാൻ വിളിച്ചപ്പോ ഫോൺ എടുത്തത് വിനയനാ.
പിന്നെ ആ ചീരു മരുന്നിന്റെ പേരയച്ചു തന്നത്. കൊച്ചുങ്ങൾക്ക് ഇപ്പൊ ഒരു കുഴപ്പമില്ലല്ലോ ആന്റി. ഇതിനാണോ നിങ്ങൾ ചീരുവിനെ വിളിച്ചത്?